എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പിണ്ടിത്തോരൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു കഷ്ണം പിണ്ടി എടുത്ത് അരിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ അരിഞ്ഞെന്ന് കാണിച്ചു തരാം. നൂലധികം കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ചിപ്സ് ആക്കണം. ഞാനിത് 2 കഷ്ണം ഇച്ചിരി വലുതാക്കി എടുത്തതാണ്. അപ്പോൾ ഇത് ഈ രീതിയിൽ ഇത്രശ ചെറിയ പീസുകൾ ചിപ്സ് പോലെ ആക്കിയിട്ട് പിന്നെ അതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. ഇതിനകത്ത് നൂല് കെട്ടത്തില്ല. അപ്പം നമുക്ക് തുടങ്ങാം. അരിഞ്ഞ പിണ്ടി 2 വെള്ളത്തിലൊന്ന് കഴുകി വെള്ളം തോരാൻ മാറ്റി വെക്കാം. നമുക്ക് ഈ വാഴപ്പിണ്ടി തോരൻ വെക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് തുമരപ്പരിപ്പ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തുമരപ്പരിപ്പ് ഇല്ലെങ്കിൽ ചെറുപയറായാലും മതി. അപ്പോൾ തുമരപ്പരിപ്പ് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ. നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ചു വെക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. തുമരപ്പരിപ്പ് ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന പിണ്ടി ഇട്ട് കൊടുക്കാം. തോരന് വേണ്ടി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഫ്രഷ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവിയലിന്, തോരന്, പരിപ്പിനൊക്കെ നല്ല ഫ്രഷ് തേങ്ങ അരച്ചാലേ അതിൻ്റേതായ രുചി കിട്ടത്തുള്ളൂ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ആദ്യം. ഇനി ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ 2 വറ്റൽമുളകാണ്. വലുതാണെങ്കിൽ 1 മതി. മുളക് പൊടി ചേർത്താൽ ഇത്രയും ടേസ്റ്റ് വരത്തില്ല. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, ഇത്രയും മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് കൊണ്ടുവരാം. തുമരപ്പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ പിണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പിണ്ടിയുടെ നനവ് കൊണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടും. കുറച്ച് ഉപ്പൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പിണ്ടിയും തുമരപ്പരിപ്പൂടെ അങ്ങ് മിക്സാവും. പിണ്ടിയും തുമരയും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ ചതച്ച് വെച്ച അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വാഴപ്പിണ്ടി തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. എത്ര പെട്ടെന്ന് നമുക്ക് രുചികരമായിട്ടുള്ള തോരൻ ഉണ്ടാക്കാൻ പറ്റുന്നത്. വാഴക്കൂമ്പായാലും വാഴപ്പിണ്ടി ആയാലും ആരും ഉപേക്ഷിക്കരുത്. എല്ലാവരും ഇതേപോലെയൊക്കെ തോരൻ ഉണ്ടാക്കി കഴിക്കണം. നമ്മുടെ കുടൽ വൃത്തിയാക്കി തരും വാഴപ്പിണ്ടി തോരൻ കഴിച്ചു കഴിഞ്ഞാൽ. കാരണം നാരടങ്ങിയ ഭക്ഷണം നമ്മൾ എപ്പോഴും കഴിച്ചിരിക്കണം. കടുക് താളിക്കാൻ വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് അങ്ങ് ചെറപറാന്ന് അങ്ങ് പൊട്ടിക്കോളും. കടുക് പൊട്ടി വരുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു 2-3 മുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നല്ല നാടൻ അരി എടുത്ത് വെച്ചപ്പോണ്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല രുചിയായിരിക്കും ഈ തോരന് കേട്ടോ. നമ്മുടെ അമ്മമാരൊക്കെ നല്ലതുപോലെ ഇങ്ങനെ തോരനൊക്കെ വെച്ച് തന്ന് രുചി കൊണ്ടാണ് ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നല്ല രുചിയാണ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അരിയൊക്കെ വറുത്തിട്ടാൽ രുചിയായിരിക്കും തോരന്. അരിയൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതുകൂടെ ഒന്ന് മൂത്ത് വരട്ടെ. ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയി തോരനകത്തോട്ട് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ തോരന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പെട്ടെന്നാണ് കാര്യം നടക്കുന്നത്. നോക്കിയേ, എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടാർ രുചിയായിരിക്കും നമ്മുടെ തോരന്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കടുക് താളിച്ചത് നമ്മുടെ തോരനിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടാർ രുചിയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കണേ. നമുക്ക് ഉണക്കലരി ഇല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പ് വേണമെങ്കിൽ നമുക്ക് വറുത്ത് ചേർക്കാവുന്നതാണ്.